ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയത്. ഫെഡെ വാൽവർദെയാണ് ഈ മത്സരത്തിൽ ഹാട്രിക്ക് സ്വന്തമാക്കിയത്. നമുക്കറിയാം, മത്സരത്തിൽ ഒരൊറ്റ ഗോൾ പോലും നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സെറ്റ് പീസുകളിൽ ഏർലിംഗ് ഹാലൻഡിനെ മാർക്ക് ചെയ്തിരുന്നത് ആർദ ഗുലർ ആയിരുന്നു. ഉയരം കൂടിയ ഹാലൻഡിനെ ഉയരം കുറഞ്ഞ ആർദ ഗുലർ മാർക്ക് ചെയ്തത് ഏവരിലും അത്ഭുതമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല. റയലിന്റെ കോച്ചിങ് സ്റ്റാഫ് വളരെയധികം പഠനങ്ങൾക്ക് ശേഷം എടുത്ത ഒരു തീരുമാനമായിരുന്നു ഇത് എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റയലിന്റെ കോച്ചിങ് സ്റ്റാഫ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോർണർ കിക്കുകളും ഫ്രീ കിക്കുകളും വിശദമായി വിശകലനം ചെയ്തിരുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്നാൽ, ഈ സെറ്റ് പീസുകൾ ഫിനിഷ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അത് ഹാലൻഡിനില്ല. അവരുടെ പ്രൈമറി ടാർഗറ്റ് ഹാലൻഡ് ആയിരുന്നില്ല. മറിച്ച് ശ്രദ്ധ തെറ്റിക്കുക, ഗോൾ കീപ്പറെ അലോസരപ്പെടുത്തുക, മറ്റുള്ള താരങ്ങൾക്ക് സ്പേസ് ഒരുക്കുക എന്നുള്ളതായിരുന്നു സെറ്റ് പീസുകളിൽ ഏർലിംഗ് ഹാലൻഡിന്റെ ചുമതല. ഇത് റയലിന്റെ കോച്ചിങ് സ്റ്റാഫ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ സെറ്റ് പീസുകളിൽ ഉയരമുള്ള താരങ്ങളെ ഹാലൻഡിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി വിട്ടില്ല. മറിച്ച് ആർദ ഗുലറിനെ നിയോഗിച്ചു. അതിനുശേഷം ഫ്രാൻ ഗാർഷ്യ, കമവിംഗ എന്നിവർക്കായിരുന്നു ഈ ചുമതല നൽകിയിരുന്നത്. അത് കൃത്യമായി ഫലം കാണുകയും ചെയ്തു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെറ്റ് പീസുകളെയെല്ലാം വിദഗ്ധമായി പ്രതിരോധിക്കാൻ റയലിന് സാധിക്കുകയായിരുന്നു. മത്സരത്തിൽ ഒരൊറ്റ ഗോൾ റയൽ മാഡ്രിഡ് വഴങ്ങിയിരുന്നില്ല. അതായത് ഏർലിംഗ് ഹാലൻഡിനെ കൃത്യമായി സെറ്റ് പീസുകളിൽ പ്രതിരോധിക്കാൻ റയലിന് കഴിഞ്ഞു. മാത്രമല്ല, മറ്റുള്ള എതിർ താരങ്ങളെയും റയൽ കൃത്യമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ് അതിന് സഹായകരമായത്. അവരുടെ കോച്ചിങ് സ്റ്റാഫിന്റെ ഈ ഒരു പുതിയ തന്ത്രം തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.